ഡോക്ടർ റെജി ലൂക്കോസ്, എന്ത് കുശുമ്പാണ്, എന്ത് തരത്തിലുള്ള കുശുമ്പാണ് CPIക്ക് CPM-ന് മേൽ ഉണ്ടാവേണ്ടത്? ഇത് നിങ്ങൾ തന്നെ, അതായത് CPM തന്നെ വിശദീകരിച്ച കാര്യമല്ലേ CPIയും വിശദീകരിക്കുന്നത്? ഈ കാര്യങ്ങളിൽ മറുപടി പറയേണ്ട ബാധ്യതയില്ലാതെ കോടതിയിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. അത് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല, കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്നൊക്കെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അത് വ്യക്തിപരമായ ഒരു ഫൈറ്റാണ് നടക്കുന്നത് എന്നുള്ളത് ഒരു ഘട്ടത്തിൽ പറയുന്നു, രാഷ്ട്രീയമായ വേട്ടയാടലാണെന്ന് മറുഘട്ടത്തിൽ പറയുന്നു. CPIക്ക് ഒരു കാര്യത്തിലും സ്വതന്ത്രമായ അഭിപ്രായം പാടില്ലേ? അല്ല, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുശുമ്പാണെന്നുള്ള ചോദ്യത്തിന് തന്നെ ആദ്യം മറുപടി പറയാം. കുശുമ്പ് തന്നെ നിസ്സംശയം പറയാം. കാരണം എന്തുകൊണ്ടാ, CPM-ഉം CPIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ്. CPM കേരളത്തിലെ ഏറ്റവും ഒരു ജനകീയാടിത്തരമുള്ള പാർട്ടിയായിട്ട് ഇന്ന് ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നു. CPM-ന് തലയിൽ കയറിയിരുന്നുകൊണ്ട് എല്ലാ ആനുകൂല്യങ്ങളും നേടി CPM പ്രവർത്തകരുടെ അധ്വാനത്തിൽ കുറേ MLA-മാരെ സൃഷ്ടിച്ച് 4 മന്ത്രിമാരുള്ള അവർക്ക് സ്വാഭാവികമായിട്ടും CPM-നോടൊരു അസൂയ ഉണ്ടാകും. ആ അസൂയയുടെ പ്രതിഫലനമാണെന്നുള്ള ശിവൻകുട്ടിയുടെ വാക്കുകൾ 100% കറക്റ്റാണ്. രണ്ടാമത്തത്, ബിനോയ് വിശ്വം പൊതുവെ ഒരു ജെന്റിൽമാൻ രാഷ്ട്രീയക്കാരൻ, വളരെ മാന്യമായ ഇടപെട്ട് സംസാരിക്കുകയും സോഫ്റ്റായ രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പാലിക്കേണ്ട ഒരു മര്യാദ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ചൊന്ന് ആലോചിക്കണമായിരുന്നു. അദ്ദേഹം LDF സർക്കാരിൽ മന്ത്രിയായിരുന്നപ്പോൾ വിവാദമായ മെർക്കിസൺ എസ്റ്റേറ്റ്, പൊന്മുടിക്ക് താഴെയുള്ള മെർക്കിസൺ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെക്കുറിച്ച് വലിയൊരു ആരോപണം പുറത്തു വന്നു. അന്ന് അക്കാലത്തെ ഏറ്റവും വലിയ ആരോപണ വിധേയനായ മന്ത്രിയാണ് ബഹുമാനപ്പെട്ട ബിനോയ് വിശ്വം. അദ്ദേഹം ഒരു മാധ്യമ സമ്മേളനത്തിലൂടെ കണ്ണ് നിറഞ്ഞിട്ട് എനിക്ക് ചേർന്നല്ല എന്നൊക്കെ പറഞ്ഞ് പത്രസമ്മേളനം നടത്തി. വേണമെങ്കിൽ അന്ന് അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ട അദ്ദേഹം രാജിവെച്ച് പോവുള്ളായിരുന്നു. പക്ഷേ ഇവിടുത്തെ CPM എന്ന് പറയുന്ന പാർട്ടി അദ്ദേഹത്തിനൊപ്പം നിന്ന്. കാരണം എന്തുകൊണ്ടാണ്, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ, അല്ലാതൊന്നുമല്ല. അദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹത്തിനെ എതിരാളികൾക്ക് വേട്ടയാടാൻ വിട്ടുകൊടുക്കാതെ അദ്ദേഹത്തിനെ സംരക്ഷിച്ച് 5 വർഷം ആ മന്ത്രി കസേരയിലിരുന്നു ബിനോയ് വിശ്വം. ആ ബിനോയ് വിശ്വം സാമാന്യ മര്യാദ, ഒരു മുന്നണി മര്യാദ പോലും കാണിക്കാതെ കണ്ട് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിയെ കഴിഞ്ഞ 9 വർഷമായിട്ട് നടത്തുന്ന വേട്ടയാടലിന്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ തവണത്തെ പോലെ 2021 മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട് അതിനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ലേ പറയുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ഇടത് സർക്കാരിൽ അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത്, കഴിഞ്ഞ ഇടത് സർക്കാരിൽ, അതിനു മുൻപ് അദ്ദേഹം വനമന്ത്രിയാണെന്ന് തോന്നുന്നു അല്ലെ, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ഒരു അഴിമതി ആരോപണം ഉണ്ടായിട്ട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല എന്ന് പറയുന്നത് അന്നത്തെ മന്ത്രിസഭയുടെയോ അന്നത്തെ മുഖ്യമന്ത്രിയുടെയോ ഔദാര്യമൊന്നുമല്ല. മന്ത്രിസഭ എന്ന് പറയുന്ന ഒരു കൂട്ടുത്തരവാദിത്തമുള്ള സംവിധാനമാണ്. രാഷ്ട്രീയ ബോധ്യം അന്നുണ്ടായെങ്കിൽ, അന്നത്തെ മുഖ്യമന്ത്രിക്കടക്കം ആ ബോധ്യമുണ്ടായെങ്കിൽ, ഇന്ന് ആ ബോധ്യം ഇല്ലാതായാൽ പിന്തുണയ്ക്കേണ്ട കടപ്പാട് കാണിക്കേണ്ട ഒന്നാണോ അത്? അങ്ങനെയുണ്ടോ? അല്ല, അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് അത് കടപ്പാടല്ല. അതാണ് ഒരു മുന്നണി മര്യാദ എന്ന് പറയുന്നത്. കാരണം മര്യാദ മാത്രമല്ല, അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ള ബോധ്യം കൊണ്ടല്ല ആണ് പിന്തുണച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരിച്ച് പ്രതിഫലം ചോദിച്ചതെന്നുള്ളതല്ല ഞാൻ പറഞ്ഞതെന്ന് അർത്ഥമാക്കുന്നത്. അന്ന് CPM അദ്ദേഹത്തിന് ചേർത്ത് പിടിച്ചപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് നേരെ പതിവായിട്ട് വരുന്ന ആക്രമണ പരമ്പര പോലെ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ അദ്ദേഹത്തിന് മകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് ഇറങ്ങി തന്ന് ഈ SFIയുടെ കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മുന്നണിയിലെ ഒരു ഘടകകക്ഷി എന്നുള്ള നിലയ്ക്കും മന്ത്രിസഭയിലെ ഉള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അതിന് ബാധ്യസ്ഥനാണ്. അല്ലെങ്കിൽ അതിനകത്ത് പിന്മാറി വേണം. പ്രതിപക്ഷം പോലും പറയാത്ത ആരോപണങ്ങൾ പറയാനായിട്ട് മുഖ്യമന്ത്രിയുടെ മകളെ പിന്തുണയ്ക്കാനായിട്ട് ഇവിടെ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ബിനോയ് വിശ്വത്തിനോട് ആരെങ്കിലും ആവശ്യപ്പെട്ടോ? മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടോ? മുഖ്യമന്ത്രി പ്രതികരിച്ചെന്താ? ഇതുപോലെ തന്നെയല്ലേ ഒരു തെറ്റും ചെയ്യാതെ സ്വർണ്ണക്കടത്തിന്റെ പേരിൽ എന്തെല്ലാം ആരോപണങ്ങളാണ് വന്നത്? എന്നിട്ട് രാഷ്ട്രീയ ബോധ്യത്തിന്റെ പേരിലാണ്. രാഷ്ട്രീയ ബോധ്യം ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യണം? രാഷ്ട്രീയ ബോധ്യം ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യണം? ഇപ്പൊ CPIക്ക് അങ്ങനെ പിന്തുണയ്ക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം നേരത്തെ ശ്രീ ജോസഫ് സി മാത്യു പറഞ്ഞതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായപ്പോൾ CPM പറഞ്ഞ അതേ കാര്യമാണ്. അവർ പ്രായപൂർത്തിയായ ആളുകളാണ്. അതേ സെന്റൻസ് ആണ് ബിനോയ് വിശ്വം ആവർത്തിക്കുന്നത്. പ്രായപൂർത്തിയായ ആളുകളാണ്, അവരുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ അവർ ഫൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ? ആ നിലയ്ക്ക് എന്തിന് CPI രാഷ്ട്രീയമായ പിന്തുണ നൽകണം? ഇതൊരു രാഷ്ട്രീയമായ കേസല്ല എന്നുള്ളതായിരുന്നല്ലോ. അല്ല, CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ LDF മുന്നണിയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ കക്ഷിയാ, 2ാം സ്ഥാനത്തുള്ളവരാ. അപ്പം മുന്നണിക്ക് അകത്ത് പറയേണ്ട കാര്യങ്ങൾ മര്യാദകളില്ലാതെ പരസ്യമായിട്ട് അദ്ദേഹം സ്വയം പത്രക്കാരെ കണ്ടിട്ട് പറയുവാണ്, ഞങ്ങൾക്ക് മകളെ സംരക്ഷിക്കേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രി പിന്തുണ. ഇതൊന്നും പറയേണ്ട കാര്യം അവർക്കില്ലല്ലോ. അല്ല, മുന്നണിക്കകത്ത് പറയേണ്ട കാര്യങ്ങൾ നയപരമായ കാര്യങ്ങളല്ലേ? ഇതൊരു രാഷ്ട്രീയ വിഷയത്തിലെ പ്രതികരണമല്ലേ? ഒരു രാഷ്ട്രീയ വിഷയത്തിൽ CPIക്ക് ഒറ്റയ്ക്ക് നിലപാടെടുത്തുകൂടെ? ഒരു വിഷയത്തിൽ ഞങ്ങളുടെ പിന്തുണ ഇങ്ങനെയാണ്, ഞങ്ങളുടെ പ്രതികരണം ഈ രീതിയിലാണ് എന്ന് പറയാൻ കഴിയില്ലേ?
അല്ല, ഒരു സംശയമില്ല. അവർക്ക് എന്തും പറയാം. അവർക്ക് വേണമെങ്കിൽ പറയാം ഞങ്ങൾ നാളെ മുന്നണി വിട്ടുപോവാണ്, ഞങ്ങൾ മന്ത്രിമാരെ പിൻവലിക്കുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പോലും ബഹിഷ്കരിച്ച ചരിത്രമുള്ളവരല്ലേ അവർ. അവർക്ക് എന്തും പറയാം. അതിന് നമ്മളാരും ചോദ്യം ചെയ്തില്ല. പക്ഷെ ഇവിടെ വിഷയം എന്നാ, ഇവിടെ ബിനോയ് വിശ്വം എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം കാണിക്കേണ്ട ഒരു മര്യാദ അദ്ദേഹം കാണിച്ചില്ല. പത്രക്കാർ അദ്ദേഹത്തിനെ വിളിച്ചു ചോദിച്ചാണോ? അല്ലല്ലോ. അദ്ദേഹം പത്രക്കാരുടെ മുമ്പിൽ വന്നിരുന്ന് പറയുവാണ്. അങ്ങനെയാണെന്നുള്ള ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മകള് പ്രായപൂർത്തിയായ വ്യക്തിയാണ്. നമ്മളൊക്കെ ചർച്ച എന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തുക തന്നെയാണ് ചെയ്യാറ്. അവിടെ എത്തിക്കഴിയുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ വരുന്നവരാണ് എന്ന ബോധ്യത്തോടു കൂടിയാണ് അവരെ വിളിക്കുകയും ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് അവർക്ക് സാമാന്യ ബോധ്യമില്ല, നിങ്ങൾക്ക് സാമാന്യ ബോധ്യമില്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ. അതായത് ആ ഇന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ സാമാന്യ ബുദ്ധിയുള്ളവരാണ്, ഇന്ന് മറ്റ് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ സാമാന്യ ബുദ്ധി ഇല്ലാത്തവരാണ് എന്ന തരത്തിലൊക്കെ കാണുക എന്ന് പറയുന്നത് അവനവന്റെ സൗകര്യവും അവനവന്റെ രീതിയും എന്ന നിലക്കൊക്കെ നമുക്ക് കാണുകയും ചെയ്യാവുന്നതാണ്.